ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതി സത്യങ്ങളെല്ലാം ശ്രുതിയോട് പറയണമെന്നൊക്കെ ആവശ്യപ്പെടുമ്പോൾ മീര പറയാണ്, വേണ്ട അങ്ങനെയൊന്നും നീ ചെയ്യണ്ട എന്ന് പറയുന്നു. അതേ സമയത്ത് വാതിലൊരു മുട്ട് കേൾക്കാണ്. അപ്പോൾ ആ സമയത്ത് ശ്രുതി പേടിക്കുന്നുണ്ട്, ആ നവീനായിരിക്കും എന്നൊക്കെ വിചാരിക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രമതിയാണ് മോളെ വാതിൽ തുറക്കുകയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൾക്ക് കൊടുക്കാനുള്ള പുടവയും സ്വർണങ്ങളും ഒക്കെ കൊണ്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ എടുത്തിട്ട് വേഗം തന്നെ മണ്ഡപത്തിലോട്ട് വായോ എന്ന് പറയുന്നു. അതേ സമയത്ത് കാൽക്കൽ വീണ് അനുഗ്രഹം വാങ്ങിക്കുകയും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയൊക്കെ ചെയ്യുന്നുണ്ട് ശ്രുതി. അങ്ങനെ എന്തിനാ മോള് വിഷമിക്കുന്നത്, അച്ഛനമ്മയില്ലാത്തതിൻ്റെ ഒക്കെ അച്ഛനില്ലാത്തതിൻ്റെ ഒക്കെ വിഷമമായിരിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അവളെ സമാധാനിപ്പിച്ച് ചന്ദ്ര അവിടെ നിന്നും പോകുമ്പോൾ മീര പറയാണ്, നിന്റെ മനസ്സിൽ വിഷമമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടും എന്തൊരു ആക്ടിങ് ആയിരുന്നിട്ട് നീ എന്നൊക്കെ പറയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ രേവതി സച്ചിയെ ഫോണിൽ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അതെ നിങ്ങളുടെ ഏട്ടൻ്റെ കല്യാണമല്ലേ, നമ്മൾക്ക് നമ്മളുടെ വകയായി എന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്ത് കൊടുക്കാനാണ്, എൻ്റെ 10 ലക്ഷം അവൻ കൊണ്ടുപോയി, അതാദ്യം അവൻ തരട്ടെ എന്ന് പറയുന്നുണ്ട്. അതല്ല, ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയില്ല, നമ്മളെന്തെങ്കിലും കൊടുക്കണ്ടേ ഗിഫ്റ്റ് ആയിട്ട് എന്ന് ചോദിക്കുമ്പോൾ അവൻ ഒരു ഗിഫ്റ്റും ഇല്ല എൻ്റെ വകയായിട്ട് എന്ന് പറയുന്നു. അതേ സമയത്ത് പെൺകുട്ടി വന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. എത്രയും വേഗം വായോ, കല്യാണ മുഹൂർത്തം ആവാറായി എന്നൊക്കെ രേവതി വിളിച്ച് പറയുമ്പോൾ ഞാൻ വേഗം എത്തിക്കോളാം എന്നൊക്കെ സച്ചിയും മറുപടി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്